ജോർദാനെ കുറിച്ചുള്ള ഈ വീഡിയോ ജോർദാന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, നയങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ജോർദാൻ ഇത്രയധികം അയൽ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടിട്ട് ഒരു സമാധാനപരവും സുസ്ഥിരപരമായ രാജ്യമായി തുടരുന്നതെന്നാണ്. ജോർദാൻ സമാധാനത്തിന്റെ സ്ഥിരതയുടെ ഒരു മരുപ്പച്ച. ജോർദാൻ മധ്യേഷ്യയിലെ ഒരു രാജ്യമാണ്. സിറിയ, ഇറാഖ്, സൗദി അറേബ്യ, ഇസ്രായേൽ, പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോർദാൻ അതിർത്തി പങ്കിടുന്നു. ഈ അയൽ രാജ്യക്കാരെല്ലാം അസ്ഥിരതയുടെ യുദ്ധങ്ങൾ നേരിടുമ്പോൾ ജോർദാൻ ഒരു സ്ഥിരമായ സമാധാനപര രാജ്യമായി നിലകൊള്ളുന്നു. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് നമുക്കിന്ന് വീഡിയോ നോക്കാം. ജോർദാൻ ഭൂമിശാസ്ത്രം. ജോർദാന്റെ ഏകദേശം 70% മരുഭൂമിയാണ്. മധ്യേഷ്യയിൽ ഏറ്റവും വരണ്ട ഒരു രാജ്യമാണ് ജോർദാൻ. ഒരു വർഷം 240 മില്ലിമീറ്റർ താഴെ മഴ മാത്രമേ അവിടെ ലഭിക്കാറുള്ളൂ. അതിനാൽ ജോർദാന്റെ 12% ഭൂമിയും കൃഷിക്ക് മാത്രമേ അനുയോജ്യമായിട്ടുള്ളൂ. ഈ കാരണം കൊണ്ട് തന്നെ ജോർദാൻ 70% ഭക്ഷ്യവസ്തുക്കളും വിദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ജോർദാനിലെ 90% ജനങ്ങളും ഈ 12% കൃഷിഭൂമിയിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ജനവാസമില്ലാത്തതാണ്. പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ജോർദാൻ അത്ര ഭാഗ്യമില്ല. മധ്യേഷ്യയിൽ ഏറ്റവും പ്രകൃതിവാതകം ധാരാളമുണ്ടെങ്കിലും ജോർദാൻ ഒരു പ്രകൃതിവാതക കനി മാത്രമേ ഉള്ളൂ. അത് ജോർദാനിലെ ഒരു വൈദ്യുതി നിലയെ മാത്രമാണ് ഊർജ്ജം നൽകുന്നത്. ഈ കാലഘട്ടത്തിൽ ജോർദാന്റെ പേര് ട്രാൻസ് ജോർദാൻ എന്നായിരുന്നു. അബ്ദുള്ള ഒന്നാമൻ രാജാവായി ഭരണാധികാരി ഏറ്റെടുത്തു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ജോർദാൻ ഒരു സങ്കീർണമായ സാഹചര്യത്തിലായിരുന്നു. ജോർദാൻ അടുത്തതായി ഒരു പുതിയ ജനസംഖ്യയുമായി ഇസ്രായേൽ രാജ്യമായി ഉണ്ടായിരുന്നു. അറബ് ലോകം മുഴുവൻ ഇസ്രായേൽ രാജ്യത്തിനെതിരായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച 2-ാം വർഷത്തിന് ശേഷം 1948 ജോർദാൻ 7 അറബ് രാജ്യങ്ങളോടൊപ്പം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തെ ചരിത്രത്തിൽ 1-ാം അറബ് ഇസ്രായേൽ യുദ്ധമെന്ന് വിളിക്കുന്നു. ഈ യുദ്ധത്തെ ജോർദാൻ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും പിടിച്ചെടുത്തു. അബ്ദുള്ള ഒന്നാമൻ രാജാവായതിനു ശേഷം 3000 വർഷങ്ങൾക്ക് മുമ്പ് ജോർദാൻ, അമാൻ, മോവാക്ക്, ഏദോം എന്നീ രാജ്യങ്ങളാൽ ഭരിക്കപ്പെട്ടു. പിന്നീട് ഈ 3 രാജ്യങ്ങളും അസറിയൻ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായി. തുടർന്ന് ബാബിലോണിന്റെയും 5-ാം നൂറ്റാണ്ടിൽ ഹൂസിന്റെയും ഈ പ്രദേശം കീഴടക്കി. ശേഷം ഗ്രീക്ക് സാമ്രാജ്യം ഈ പ്രദേശം കീഴടക്കി. ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം ഈ പ്രദേശം റോമൻ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായി. അവർ ഈ പ്രദേശത്തെ സാംസ്കാരികത്തിന്റെയും ഭരണപരവുമായി മാറ്റിമറിച്ചു. എന്നാൽ പോർഷ്യക്കാർ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഈ സ്ഥലം പിടിച്ചെടുക്കുകയും ചെയ്തു. 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഈ പ്രദേശം നിയന്ത്രിക്കാൻ റോമർക്കാരും പേർഷ്യക്കാരും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ നടത്തി. 7-ാം നൂറ്റാണ്ടിൽ റോമർക്കാരും പേർഷ്യക്കാരും പരാജയപ്പെട്ട് മുസ്ലിങ്ങൾ ഈ പ്രദേശം മുഴുവനും അവരുടെ നിയന്ത്രണത്തിലാക്കി. അടുത്ത 400 വർഷങ്ങൾ ഈ പ്രദേശം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ 11-ാം നൂറ്റാണ്ടിൽ ക്രൂസേഡുകൾ ഈ പ്രദേശം കീഴടക്കി. 12-ാം നൂറ്റാണ്ടുകൾ മുസ്ലിം ഈ പ്രദേശം തിരികെ പിടിച്ചു. അതിനുശേഷം 15-ാം നൂറ്റാണ്ട് വരെ ആ പ്രദേശം ഈജിപ്ഷ്യൻ മാലൂക്കുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒടുവിൽ 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഓട്ടോമോ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായി. 20-ാം നൂറ്റാണ്ട് വരെ ഇത് അങ്ങനെ തന്നെ ആയിരുന്നു. ഓട്ടോമോ സാമ്രാജ്യത്തെ കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഓട്ടോമോ സാമ്രാജ്യം ഈ പ്രദേശത്ത് പ്രത്യേക ശ്രദ്ധയൊന്നും നൽകിയിരുന്നില്ല. കാരണം ജെറുസലേമിലേക്കുള്ള സ്വാഭാവിക പരാതിയൊന്നും അവിടെ അവർക്ക് പ്രയോജനകരമായ കൃഷിയോ കടൽ തീരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഓട്ടോമോ സാമ്രാജ്യത്തിന്റെ അവിടെ വികസനമില്ലാതാക്കാൻ അവർ പ്രവാസികൾക്ക് ഇടയിൽ ഒരു കോപമുണ്ടാക്കി. അതുകൊണ്ടാണ് അവർ 1909, 1910 വർഷങ്ങളിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ കലാപം ആരംഭിച്ചത്. എന്നാൽ ഈ കലാപം ഓട്ടോമൻ പൂർണ്ണമായി അടിച്ചമർത്തി. എങ്കിലും ഈ സ്വഭാവ പ്രദേശ ജോർദാനെ ഓർമ്മിച്ചു. 1-ാം ലോക മഹായുദ്ധം നടന്നപ്പോൾ പ്രവാസികൾ ജോർദാനെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. ജോർദാൻ ബ്രിട്ടീഷ് കോളനിയായി മാറി. 1946 വരെ ജോർദാൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്നു. 1946 മെയ് 25 ജോർദാൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലെ സ്വാതന്ത്ര്യം നേടി ലോക ഭൂപടത്തിൽ ഒരു പ്രത്യേക രാജ്യമായി ഉയർന്നു വന്നു. ഈ കാലഘട്ടത്തിൽ ജോർദാന്റെ പേര് ട്രാൻസ് ജോർദാൻ എന്നായിരുന്നു. അബ്ദുള്ള ഒന്നാമൻ രാജാവായി ഭരണാധികാരി ഏറ്റെടുത്തു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ജോർദാൻ ഒരു സങ്കീർണമായ സാഹചര്യത്തിലായിരുന്നു. ജോർദാൻ അടുത്തതായി ഒരു പുതിയ ജനസംഖ്യയുമായി ഇസ്രായേൽ രാജ്യമായി ഉണ്ടായിരുന്നു. അറബ് ലോകം മുഴുവൻ ഇസ്രായേൽ രാജ്യത്തിനെതിരായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച 2-ാം വർഷത്തിന് ശേഷം 1948 ജോർദാൻ 7 അറബ് രാജ്യങ്ങളോടൊപ്പം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തെ ചരിത്രത്തിൽ 1-ാം അറബ് ഇസ്രായേൽ യുദ്ധമെന്ന് വിളിക്കുന്നു. ഈ യുദ്ധത്തെ ജോർദാൻ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും പിടിച്ചെടുത്തു. അബ്ദുള്ള ഒന്നാമൻ രാജാവായ ശേഷം അധികാരത്തിലെത്തിയ പുതിയ രാജാവായ ഹുസൈൻ ബിൻ തലാല് രാജാവായിരിക്കണമെന്ന് പാലസ്തീൻ 1970-ലും 1973-ലും ജോർദാൻ, ഇസ്രായേൽ തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. ഈ യുദ്ധങ്ങൾ കാരണം ജോർദാന് വലിയ നഷ്ടമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് പാലസ്തീൻ അഭയാർത്ഥികൾ ജോർദാനിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങി. ജോർദാൻ അഭയാർത്ഥികൾക്കായി തങ്ങളുടെ അതിർത്തി തുറന്നുകൊടുത്തു. ഇതെല്ലാം ജോർദാന്റെ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയിൽ വളരെ മോശം അവസ്ഥ തന്നെ ഉണ്ടാക്കി. 1999 വരെ ജോർദാൻ ധാരാളം രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരത ഉണ്ടായിരുന്നു. എന്നാൽ 1999 ശേഷം ഇതെല്ലാം മാറാൻ തുടങ്ങി. ജോർദാൻ രാജാവായ ഹുസൈൻ ബിൻ തലാല് രോഗബാധിതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പിൻഗാമികളായ അബ്ദുള്ള രണ്ടാമനെ നിയമിച്ചു. അബ്ദുള്ള രണ്ടാമൻ രാജാവായി വന്നപ്പോൾ രാജ്യത്തിന്റെ വികസനത്തിനായി അദ്ദേഹം ചില കർശന നടപടികൾ സ്വീകരിച്ചു. രാജാവായ അബ്ദുള്ള രണ്ടാമൻ തന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമ
ക്ഷേമത്തിനും വളരെ ഉയർന്ന മുൻഗണന എടുക്കാൻ നൽകി. അതുകൊണ്ട് ജോർദാനിലെ കാര്യമായി മഴ ലഭിക്കുകയും 90% ജോർദാൻ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നത് കാരണമായി തീർന്നു. ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഒരുക്കി. ജോർദാന്റെ മാനവിക വികസന സൂചക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 0.74 ആണ്. ജോർദാന്റെ പല അയൽ രാജ്യക്കാരും കൂടുതലാണ്. ജോർദാന് സമ്പന്നമായ ചരിത്രമുള്ളതുകൊണ്ട് രാജാവ് അബ്ദുള്ള ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കാരണം ജോർദാനിൽ നിരവധി ചരിത്രപരമായ സ്ഥലങ്ങളുണ്ട്. അതിൽ ജോർദാനിലെ പെട്രോൾ നഗരം ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നാണ്. ഈ നഗരത്തിലെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കഠിനമായ പാറകൾ കൊത്തിയെടുത്തതാണ്. അത് കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതമായി തോന്നും. ഇന്ന് യൂറോപ്പ്, അമേരിക്ക, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിനോദസഞ്ചാരത്തിനായി ജോർദാനിലേക്ക് വരുന്നുണ്ട്. എന്നാൽ സിറിയയിലും ഇറാഖിലുമുള്ള പല ചരിത്രപരമായ സ്ഥലങ്ങളുണ്ടായിട്ടും വിനോദസഞ്ചാരികൾ അവിടേക്ക് പോകാറില്ല. ഇതിന് കാരണം സിറിയയിലും ഇറാഖിലുമുള്ള ക്രമസമാധാന നിലയമാണ്. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷയും സമാധാനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോർദാന്റെ നയങ്ങൾ ജോർദാൻ ചുറ്റും യുദ്ധത്താൽ വലയിൽ ചെയ്യപ്പെടാത്തതുകൊണ്ട് സുരക്ഷയ്ക്കായി രാജാവ് അബ്ദുള്ള അധികാരത്തിൽ വന്ന ഉടനെ ഇസ്രായേലുമായി സമാധാന ഉടമ്പടിയിൽ ഒന്നിച്ചു. ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തുന്നതിന് ജോർദാൻ സ്വാഭാവികമായി ഇംഗ്ലണ്ടിന്റെ അമേരിക്കയുടെ സഖിസാക്ഷിയാക്കി മാറ്റി. അത് ജോർദാൻ അവരിൽ സാമ്പത്തിക സഹായം നേടാൻ സഹായിച്ചു. ഈ ധനം രാജാവ് അബ്ദുള്ള തങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ചെലവഴിക്കാൻ തുടങ്ങി. അതേസമയം ഇസ്രായേലുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാൾ പോലെ ആയിരുന്നു. കാരണം അറബ് ലോകം മുഴുവനും ഇസ്രായേലിന് എതിരായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ജോർദാന് എതിരായ ഒരു നടപടി എടുത്തില്ല എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അത് വലിയൊരു കാരണമുണ്ടായിരുന്നു. അത് എന്തെന്നാൽ ജോർദാൻ അറബ് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളോട് ഉള്ള രാജ്യമായിരുന്നു എന്നുള്ളതാണ്. അതേ ജോർദാനിൽ 30 ലക്ഷം പാലസ്തീനും 11 ലക്ഷം സിറിയക്കാരും ആയിരക്കണക്കിന് അറബി അഭയാർത്ഥികളും അർമേനിയക്കാരും ഉണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ജോർദാൻ ഇത്രയധികം അഭയാർത്ഥികളെ തന്റെ രാജ്യത്ത് പാർപ്പിച്ചിരിക്കുന്നത് ആണ്. മറ്റ് രാജ്യങ്ങൾ ജോർദാനെ ബഹുമാനിക്കാൻ ഒരു തർക്കത്തിനോ യുദ്ധത്തിന് തയ്യാറല്ല. ഒരുപക്ഷെ ജോർദാൻ ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ ഇത് സൗദി അറേബ്യ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. അതുകൊണ്ട് ജോർദാൻ ഇസ്രായേലുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിട്ടും മറ്റു രാജ്യങ്ങൾ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നത് കൊണ്ട് അറബ് രാജ്യങ്ങൾ ജോർദാന് നല്ല ഉദ്ദേശം കാണുന്നു. അതുകൂടാതെ ജോർദാനിലുള്ള അഭയാർത്ഥികളോട് വളരെ നന്നായി പെരുമാറുണ്ട്. അതുകൊണ്ട് തന്നെ 2011 നടന്ന അറബി വസന്തം ജോർദാനിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് നടന്നത്. ജോർദാൻ രാജാവും പ്രക്ഷോഭക്കാരുടെ ആവശ്യങ്ങൾ ഉടനടി നിറവേറ്റി ജനങ്ങൾക്ക് നേരെ ഒരു ശക്തിയും പ്രയോഗിക്കാതെ അവരോട് വിനയത്തോട് പെരുമാറി. ഈ കാരണം കൊണ്ട് എല്ലാ അയൽ രാജ്യക്കാരും ജോർദാന്റെ നിഷ്പക്ഷയെ മാനിക്കുന്നത്. കാരണം ജോർദാൻ അവരുടെ വലിയൊരു ഭാരം വഹിക്കുന്നുണ്ട്. നിലവിലെ വെല്ലുവിളികൾ എന്നാൽ ജോർദാൻ ഈ സ്ഥിരതയും നിഷ്പക്ഷൻ ഉടൻ അവസാനിക്കാൻ പോകുകയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷമായി ജോർദാൻ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചു വരികയാണ്. ഇസ്രായേൽ ഗാസ യുദ്ധം 1 വർഷം പിന്നിട്ടും ഗാസയിലെ പാലസ്തീനികൾക്ക് ജോർദാൻ ഒരു പിന്തുണയും നൽകിയിട്ടില്ല. മുൻപ് ജോർദാൻ പിന്തുണ നൽകിയിരിക്കുന്നതാണ്. ഇതുപോലെ അടുത്തിടെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലുകൾ ആക്രമണം നടത്തിയപ്പോൾ ജോർദാൻ അതിൽ നിന്ന് പല മിസൈലുകളും തടഞ്ഞു. ഈ വാർത്ത പാലസ്തീനർക്കും ഇറാനും ഒരു നെഗറ്റീവ് പ്രതിച്ഛായ സൃഷ്ടിച്ചു. ജോർദാൻ നിഷ്പക്ഷം രാജ്യമെന്നുള്ള നിലയിൽ അതിന്റെ പ്രതിച്ഛായ ഇപ്പോൾ വളരെ മോശമായി തകർന്നിരിക്കുകയാണ്. ജോർദാനിൽ താമസിക്കുന്ന പാലസ്തീനും ഇറാഖുകാരും ജോർദാനുകളുടെ വളരെ ദേഷ്യത്തിലാണ്. ഈ സാഹചര്യം ഒരു അപകടകരമായ പാതയിലേക്ക് മാറുമോ എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജോർദാനിൽ താമസിക്കുന്ന പാലസ്തീനിലെ ജോർദാൻ സർക്കാരിനെ പ്രതീക്ഷിക്കാനും കലാപം നടത്താനും സാധ്യതയുണ്ടെന്ന് ജോർദാൻ സർക്കാരും ആശങ്കപ്പെടുകയാണ്. മറുവശത്ത് സിറിയയിലും ഇറാനിലും സ്വാധീനം വർദ്ധിച്ചു വരുന്നത് ജോർദാൻ ആശങ്കപ്പെട്ടിട്ടുണ്ട്. കാരണം സിറിയയിലെ അഭയാർത്ഥിയിലെ ഏറ്റവും വലിയ കുറ്റവാളി ഇറാനാണ്. സിറിയൻ യുദ്ധം കാരണം ലക്ഷക്കണക്കിന് സിറിയക്കാർ ജോർദാനിലെ അഭയാർത്ഥികളായി വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ജോർദാന്റെ വടക്ക് അതിർത്തി മുഴുവനും ഇപ്പോൾ ദുർബലമായിരിക്കുകയാണ്. പല തീവ്രവാദി ഗ്രൂപ്പുകളും ആ അതിർത്തിയിലൂടെ ആയുധങ്ങൾ കടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൊണ്ട് രാജാവ് അബ്ദുള്ള ഇറാനോ യോർദാന് ചുറ്റുമുള്ള ഇറാൻ പിന്തുണയുള്ള ശക്തിയോ ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുന്നു. മധ്യേഷ്യയിലെ ഏറ്റവും സ്ഥിരതയുള്ള രാജ്യമായ ജോർദാൻ ഒടുവിലൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ അതിവേഗം തളർന്നു വരുന്ന ഈ ഭൗമരാഷ്ട്ര സാഹചര്യം ജോർദാനിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ജോർദാന്റെ ഈ നിഷ്പക്ഷം എത്രകാലം നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.